ഞാൻ ചിറക്കര മധു. ഇന്ന് 2026 ജനുവരി 10 മലയാളികളുടെയും ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകരുടെയും ഗാനഗന്ധർവൻ യേശുദാസിന്റെ ജന്മദിനം. ഈശ്വരന്റെ കൃപാ കടാക്ഷത്താൽ അദ്ദേഹം നിരവധി ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1960-നും 90-നും ഇടയ്ക്കുള്ള മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം, മലയാള സിനിമാ ഗാനങ്ങളുടെ സുവർണ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് ഗാനങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഓരോ സെക്കൻഡിലും ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ഗാനങ്ങൾ. വയലാർ രാമവർമ്മയും പി ഭാസ്കരനും ONV കുറുപ്പും ശ്രീകുമാരൻ നമ്പിയും ഒക്കെ രചിച്ച കാവ്യ സുഭഗമായ വരികൾ, ദേവരാജൻ മാസ്റ്ററും ദക്ഷിണാമൂർത്തിയും MS ബാബുരാജും പോലെയുള്ള സംഗീത സംവിധായകർ അവരുടെ ഈണങ്ങൾ നൽകി നമ്മുടെ മനസ്സിൽ പതിപ്പിച്ച ഗാനങ്ങൾ. ഗാനഗന്ധർവൻ യേശുദാസും P ജയചന്ദ്രനും മാധുരിയും P സുശീലയും S ജാനകിയും KS ചിത്രയും ഒക്കെ പാടിയ ഗാനങ്ങൾ. ഈ ഗാനങ്ങൾ നമ്മുടെ പുതിയ തലമുറയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നു. അതിൻ്റെ 1ാമത്തെ എപ്പിസോഡ് ആണ് നിങ്ങൾ കാണുന്നത്. 1973 റിലീസായ ഉദയം എന്ന സിനിമയിലെ ഒരു ഗാനമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ ചിത്രം സംവിധാനം ചെയ്തത് കവിയും ഗാനരചയിതാവുമായ P ഭാസ്കരനാണ്. ഇതിന്റെ തിരക്കഥയും സംഭാഷണവും എഴുതിയത് മറ്റൊരു കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ നമ്പിയാണ്. നമ്മളിന്ന് പരിചയപ്പെടുന്ന ഗാനം എഴുതിയത് ശ്രീകുമാരൻ നമ്പിയാണ്. സംഗീതം നൽകിയത് ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. യേശുദാസാണ് ഈ ഗാനം ആലപിച്ചത്. ഗാനത്തിന്റെ തുടക്കം എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നാണ്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് കടക്കാം. ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സിന്ധു ഭൈരവി എന്ന രാഗത്തിലാണ്. ഇതിന്റെ ആദ്യത്തെ വരികൾ ഞാൻ പറയാം. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. ഇതാണ് അതിലെ ആദ്യത്തെ 2 വരികൾ. ഇതിൽ എൻ്റെ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ എന്നാണ് പറയുന്നത്. എവിടെ എന്ന് പറയുന്നില്ല. അതറിയണമെങ്കിൽ ഈ ഗാനത്തിന്റെ അവസാന ഭാഗത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിന്നിൽ എന്നാണ്, നിന്നിൽ പൗർണമി വിടർന്നേനെ എന്നാണ്. അതായത് ഒരു കാമുകൻ അയാളുടെ കാമുകിയോട് പറയുന്ന വാക്കുകളാണ്. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ, ഭവതി നിന്നെ കാണുമ്പോൾ, നിന്നെ ഓർമ്മിക്കുമ്പോൾ എൻ്റെ മുഖത്തുണ്ടാകുന്ന മന്ദഹാസം, പുഞ്ചിരി, അത് ചന്ദ്രികയായി മാറിയിരുന്നെങ്കിൽ ആ വെളിച്ചം നിന്റെ മുഖത്ത് എന്നും പൗർണമിയായി വിടർന്നു നിന്നിരുന്നേനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. ഇവിടെ പ്രസിദ്ധ നടനായ രാഘവനാണ് ഈ രംഗത്ത് ഈ ഗാനം സിനിമയിൽ ആലപിക്കുന്നത്. എൻ സ്വപ്നരേണുക്കൾ രത്നങ്ങളായെങ്കിൽ എന്നും നവരത്നമണിഞ്ഞേനെ. ഞാൻ നിന്നെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങൾ, പ്രിയമുള്ളവളെ, നിന്നെക്കുറിച്ച് ഞാൻ നെയ്ത സ്വപ്നങ്ങൾ രത്നങ്ങളായി മാറിയിരുന്നെങ്കിൽ അവ നവരത്നങ്ങളുടെ ഒരു കൂമ്പാരമായി മാറിയിരുന്നേനെ. അവ നിനക്ക് ആഭരണമായി അണിയാൻ അവ മതിയാകുമായിരുന്നു. എൻ സ്വപ്ന രേണുക്കൾ രത്നങ്ങളായെങ്കിൽ എന്നും അവ നവരത്നമായി നിന്നെ അണിയിച്ചേനെ. എന്നെ ശ്രുബിന്ദുക്കൾ പുഷ്പങ്ങളായെങ്കിൽ എന്നും മാധവമുണർന്നേനെ. ഞാൻ നിന്നെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എന്നിൽ ഉണ്ടാകുന്ന അശ്രുബിന്ദുക്കൾ, കണ്ണീർ തുള്ളികൾ, അവ പുഷ്പങ്ങളായി മാറിയിരുന്നെങ്കിൽ എല്ലാ ദിവസവും എന്നും നിന്നിൽ മാധവമുണർന്നേനെ, ഒരു പൂക്കാലമായത് മാറിയേനെ. നിനക്കൊരിക്കലും ചൂടുന്നതിനുള്ള പുഷ്പങ്ങൾക്ക് ക്ഷാമം ഉണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ അശ്രുബിന്ദുക്കൾ പുഷ്പങ്ങളായി മാറിയിരുന്നെങ്കിൽ എന്നും നിനക്കൊരു പൂക്കാലമായിരുന്നേനെ. ഇതാണ് ആ ഗാനത്തിന്റെ പല്ലവി. അനുപല്ലവിയിലേക്ക് പോകുമ്പോൾ
എന്നനുഭൂതിതൻ സ്വർണതലങ്ങളാൽ നിമോഹ പുഷ്പകം അലങ്കരിക്കാം. അപ്പൊ ഇവിടെ എന്റെ അനുഭൂതികൾ നിന്നെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എന്നിലുണ്ടാകുന്ന അനുഭൂതികൾ അവ സ്വർണദലങ്ങളായി മാറിയിരുന്നെങ്കിൽ നിന്റെ മോഹപുഷ്പകത്തെ അലങ്കരിക്കാൻ അത് നമുക്ക് ഉപയുക്തമായേനെ എന്നാണ് പറയുന്നത്. നിന്ത്യാഗമണ്ഡപ യാഗാഗ്നി തന്നിലെ ചന്ദനധൂമമായി ഞാൻ ഉയരാം. നീ നിന്റെ ത്യാഗമണ്ഡപത്തിൽ നടത്തുന്ന യാഗത്തിൽ അകിലും ചന്ദനവും കത്തി പുകയായി പുറത്തേക്ക് വരുമ്പോൾ അതിൽ ചന്ദനമായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാം ദേവി എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രണയസങ്കല്പത്തിന്റെ ഉത്തുംഗമായ ശൃംഗത്തിലേക്കാണ് കവി നമ്മളെ കൊണ്ടുപോകുന്നത്, ശ്രീകുമാരൻ തമ്പി സാർ നമ്മെ കൊണ്ടുപോകുന്നത്. അപ്പോൾ തുടർന്ന് അതിൻ്റെ ചരണത്തിലേക്ക് വരികയാണെങ്കിൽ സുന്ദരവാസന്ത മന്ദസമീരനായി നിഞ്ചാലകങ്ങളെ തൊട്ടുണർത്താം. നീ ക്ഷീണിച്ചിരിക്കുമ്പോൾ, പ്രണയം കൊണ്ട് ഉഷ്ണിച്ചിരിക്കുമ്പോൾ നിന്റെ ക്ഷീണം മാറ്റാൻ, നിന്റെ ഉഷ്ണം മാറ്റാൻ വേണ്ടി പൂക്കളെ തഴുകി വരുന്ന ഒരു മന്ദസമീരനായി, ഒരു ഇളം കാറ്റായി ഞാൻ നിന്റെ ജനലിലൂടെ കടന്നു വരാം. അപ്പൊ ഞാൻ നിനക്ക് ക്ഷീണമാണെങ്കിൽ, നിനക്ക് ഉഷ്ണമാണെങ്കിൽ അതിനെ മാറ്റുന്നതിന് വേണ്ടി ഞാനൊരു ഇളം കാറ്റായി നിന്നിലേക്ക് എത്താൻ ഞാൻ തയ്യാറാണ്, ഞാൻ വന്നിരുന്നേനെ എന്നാണ് കാമുകൻ പറയുന്നത്. തൂമിഴി താമര പൂവിതൾ തുമ്പിലെ തൂമുത്തൊരുമ്മയാലൊപ്പിയേക്കാം. നീ ഒരിക്കലും കരയരുത്. എപ്പോഴെങ്കിലും നിന്റെ കണ്ണിൽ കണ്ണീർ കണങ്ങൾ ഉണ്ടായാൽ അത് ഉമ്മ കൊണ്ട് ഒപ്പിയെടുക്കാൻ ഞാൻ തുനിയും. ഒരിക്കലും നീ കരയാൻ ഞാൻ അനുവദിക്കില്ല. ഒരു കണ്ണീർ കണം ഉണ്ടായാൽ ഞാനത് നിന്റെ താമര പൂവിതളാകുന്ന നിന്റെ കണ്ണിൽ ആ കണ്ണീർ കണത്തെ ഞാൻ ഒപ്പിയെടുത്തിരിക്കും എന്നാണ് ആ കാമുക ഹൃദയം മന്ത്രിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഗാനത്തിലെ വരികൾ. അപ്പോൾ ഈ സിനിമ ഉദയം എന്നാണ് സിനിമയുടെ പേര്. വളരെ മനോഹരമായി ഈ ഗാനഗന്ധർവനായ യേശുദാസ് പാടിയിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇത് കേൾക്കണം, ആസ്വദിക്കണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ഈ സിനിമയുടെ നടന്മാരായിട്ട് ഉള്ളത് മധു, രാഘവനും, ശാരദയും, റാണിചന്ദ്രയും ഒക്കെയുള്ള ഒരു വലിയൊരു താരനിര അതിനകത്തുണ്ട്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. സിനിമയും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതും നമുക്ക് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.